എല്ലാവർക്കും നമസ്കാരം. പലരുടെയും ജീവിതത്തിൽ അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത് പല രീതിയിലായിരിക്കും, അല്ലേ? ചില ആൾക്കാർ കഥകൾ വായിച്ചിട്ടായിരിക്കും, ചിലർ ജീവിത അനുഭവം കൊണ്ട് മാറ്റങ്ങൾ വന്നതായിരിക്കാം, മറ്റു ചിലർ ചില സിനിമകൾ കണ്ടിട്ട് മാറ്റങ്ങൾ സംഭവിക്കാം, ചിലർ തമാശ രൂപേണയുള്ള കഥകൾ പറയുന്നത് കേട്ടിട്ട് ആ കഥക്കനുസരിച്ചിട്ട് ജീവിതം മാറ്റിമറിച്ചതായിരിക്കാം. അങ്ങനെ പല ആൾക്കാരും പല രീതിയിൽ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടെത്തുന്നു, ഉണ്ടാകുന്നു, മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാകുന്നു. ചില ആൾക്കാർ ബിസിനസ്സിൽ വിജയിക്കുന്നത്, ജീവിതത്തിൽ വിജയിക്കുന്നത്, അവരുടെ ടോട്ടൽ പെർഫോമൻസിൽ മാറ്റം സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള പല കാരണങ്ങളും അവർക്ക് പ്രചോദനം ചെയ്തിട്ടുണ്ടാകാം. ചില ആൾക്കാർ ബിസിനസ്സിൽ പരാജയപ്പെട്ടതിന് ശേഷം പല കഥകളും കേട്ടിട്ട് പരാജയപ്പെട്ട ജീവിതത്തിൽ നിന്ന് അവർ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിയ കഥകൾ എനിക്കറിയാം. ഇവിടെ അങ്ങനെ സംഭവിച്ച ഒരു കഥ ഞാൻ പറയാം. ഒരാൾ ബിസിനസ്സിൽ പാടെ പരാജയപ്പെട്ട് പമ്പരായി ആത്മഹത്യ ചെയ്യാൻ പുഴക്കരയിലേക്ക് പോയി. അവിടെ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ഒരാൾ ബാക്കിൽ നിന്ന് മുട്ടിയിട്ട് പറഞ്ഞു, വാട്ട് ഹാപ്പൻ, എന്തു പറ്റി? അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, എൻ്റെ ബിസിനസ് കംപ്ലീറ്റ് പൊളിഞ്ഞ് തരിപ്പണമായി പോയിരിക്കും, ഇനി ഒരു രക്ഷയുമില്ല, ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഓഹോ, ഇതാണോ കാര്യം? എത്ര പണം വേണം? ഞാൻ മിസ്റ്റർ ഫോർഡ്, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ്, നിങ്ങൾക്ക് പണം എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹം ആ പണം ആവശ്യപ്പെടുകയും അതിനുള്ള ചെക്ക് മിസ്റ്റർ ഫോർഡ് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഈ ചെക്ക് കൊണ്ടുപോയി ക്യാഷ് മാറിയിട്ട് താങ്കൾ ബിസിനസ് തുടങ്ങിക്കോ, ബിസിനസ് വിജയിച്ചാൽ അടുത്ത വർഷം ഇതേ ഡേറ്റിൽ ഇവിടെ എനിക്ക് ഈ പൈസ തിരിച്ചു കൊണ്ടുവന്നാൽ മതി, ഇനി ബിസിനസ് പരാജയപ്പെട്ടു പോയാൽ ഇതിലൊരു പൈസയും താങ്കൾ എനിക്ക് തിരിച്ച് തരണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഈ ഒരു ചെക്കുമായിട്ട് കടം വാങ്ങിച്ച ആൾക്കാരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ആരും വിഷമിക്കണ്ട, എല്ലാവരുടെയും പൈസ ഞാൻ തിരിച്ച് തരാൻ പോവുകയാണ്, എനിക്ക് മിസ്റ്റർ ഫോർഡിൻ്റെ ചെക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട മാത്രയിൽ വായ്പ കൊടുത്ത ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് പൈസ ഇപ്പോൾ തരണ്ട, നിങ്ങൾ ബിസിനസ് നടത്തിയിട്ട് വിജയിച്ചതിന് ശേഷം തന്നാൽ മതി എന്ന് ഈ വായ്പ കൊടുത്ത എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് ഉഷാറായി ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്കെത്തി. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ ഡേറ്റിൽ തന്നെ ഈ ചെക്കുമായിട്ട് അദ്ദേഹം തിരിച്ച് പുഴക്കരയിൽ പോയി ഈ ചെക്ക് തന്ന ആളെ കാണുകയും വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ചെക്ക് എനിക്ക് ആവശ്യം വന്നില്ല, നിങ്ങൾ ഈ ചെയ്ത ഉപകാരത്തിന് നന്ദി, നിങ്ങളുടെ ചെക്കിന് അത്രയും വാല്യൂ ഉണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞപ്പോൾ ഈ ചെക്ക് കൊടുത്ത ആളെ ഒരു നേഴ്സ്, ഒരു സിസ്റ്റർ ബാക്കിൽ നിന്ന് മുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു, എപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് ഓടി ഇവിടെ വന്നിട്ട് ഞാൻ കോടീശ്വരനാണ്, ഞാൻ മിസ്റ്റർ ഫ്രോഡാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ചെക്ക് കൊടുക്കും. ആക്ച്വലി അദ്ദേഹം ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടി വന്ന ഭ്രാന്തനായിരുന്നു. ഇവിടെ ചോദ്യം, ഇവിടെ പരിവർത്തനമുണ്ടായോ? കാര്യം വിജയിച്ചോ? ഒരാൾ രക്ഷപ്പെട്ടോ എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ പല വഴിയിൽ കൂടെയും ജനങ്ങൾക്ക് പരിവർത്തനമുണ്ടാകാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം വരുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അങ്ങനെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വിഷയവുമായി എത്തുന്നത് വരെ ബൈ ഫ്രോം MB Motivate.